സൂപ്പറാണോ? കൊള്ളാങ്കി കൈവിട്ടെ. എന്തുവാടി സൈറ്റ് അടിച്ച് കാണിക്കുന്നേ? സെറ്റ് സൂപ്പർ കാഴ്ച. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ആദ്യക്കുട്ടിക്ക് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. ക്രിസ്മസ് ദിവസത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ഷമിച്ചേട്ടൻ തന്നെ അപ്പമ്മാവൊക്കെ പൊട്ടിത്തരുകയാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും പാവം മനുഷ്യൻ, അയ്യോ പാവം ജോലി ചെയ്യുന്നു, അപ്പം ഉണ്ടാക്കുന്നു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അല്ലേ? അത് കണ്ട സ്വയം തന്നെ പറയുന്നത്. കാലിന്റെ ഇവിടെയും രണ്ട് കൊച്ചിന് വാക്സിൻ എടുത്ത് കേട്ടോ, 2 കാലിലുമായിട്ടാണ്. അപ്പൊ തന്നെ അവര് പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചു. എന്തു ഈ പറഞ്ഞേ? വയ്യ, അവളെ ഇറക്കിയോ? പൊക്കോ പൊക്കോ. അവൾ എന്താ പറയുന്ന കരിമ്പും കാട്ടിൽ കയറുന്ന കാടാണത്. അപ്പം നമ്മുടെ അപ്പമ്മാവെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ സ്റ്റൂ വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും പുറത്ത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ്. അപ്പം അതുകൊണ്ട് ശംഭുചേട്ടൻ ആദ്യത്തെ 2 എണ്ണം ചുട്ട് തന്നത്. കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറിയിട്ട് അടിയിൽ പിടിച്ചിട്ട് സീനാവതുകൊണ്ട്. അപ്പം പിന്നെ ശംഭുചേട്ടൻ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തീ കയറി പിടിക്കുന്നുണ്ട്. ഓരോ അപ്പമായിട്ട് ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പേളി ചേച്ചിയുടെ വീഡിയോയിൽ പേളി ചേച്ചി പൂ പോലെ തപ്പം ഉണ്ടാക്കിയത് ഓർത്തത്. അപ്പോൾ എനിക്കും അതുപോലെ തപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം സെറ്റായിരുന്നു. മാവ് കറക്റ്റ് പൂവിൻ്റെ ഡിസൈനിലൊക്കെ സെറ്റാക്കി. പക്ഷേ തീ പെട്ടെന്ന് പിടിക്കുന്നതുകൊണ്ട് അത് ഇളക്കിയെടുത്ത സമയത്ത് ആ പെർഫെക്ഷൻ അങ്ങ് പോയി. അതർവൈസ് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു സംഭവം. പൂ പോലെ മാവ് കറക്റ്റായിട്ടിരിക്കുന്ന വേവുന്നതിന് മുന്നത്തെ രൂപമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ സ്റ്റൂ ഞാൻ ചൂടാക്കാൻ വെച്ചു. സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ അപ്പമായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളക്കാനുള്ള പാടെയുള്ള അതിങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശംഭുചേട്ടന് ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. 2 അപ്പവും ഇട്ട് കുറച്ച് സ്റ്റൂവും നന്നായിട്ട് 2-3 പീസ് ബീഫൊക്കെ ഇട്ട് ഇച്ചിരി സ്റ്റൂ ഒക്കെ ഇട്ടു. പിന്നെ ശംഭുചേട്ടൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റാണ്, എത്ര കൊടുത്താലും മടുക്കാത്തൊരു സാധനമാണ് പ്ലം കേക്ക്. അപ്പം പ്ലം കേക്ക് 1 പീസ് സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ലുലുന്ന്, അത് 1 എണ്ണം വെച്ചു. ക്രിസ്മസ് സ്പെഷ്യൽ സ്ട്രോബെറി കേക്കും എല്ലാം ഉണ്ടോ? നല്ല രസമല്ലേ? കഴിച്ചോ? അവിടെ TV ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ പാട്ട് വന്നു കഴിഞ്ഞാൽ ക്ലെയിം ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ശംഭുചേട്ടൻ കുഴച്ചടിക്കുകയാണ്. സെറ്റ് സൂപ്പർ കാഴ്ച. കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ണനും അടിപൊളിയാണെന്ന് പറഞ്ഞു ഫുഡൊക്കെ. അപ്പൊ അടുക്കളയിലോട്ട് പോയപ്പം രാവിലത്തെ പാചകത്തിന്റെ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അടുത്ത ഉച്ചക്കത്തേക്ക് കൊള്ളയിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചണിന് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ പാത്രം പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒട്ടും സ്പേസ് കാണത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കഴുകി മാറ്റും. എപ്പോഴും ഒട്ടും സ്പേസ് ഇല്ലാണ്ടിരിക്കുന്നത് ഭയങ്കര ഇതാണ്. അതികുട്ടാ എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട്? നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് സൂപ്പറാണോ? തീരുമാനം. പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കിയ പോലീസ് നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴാണ് പ്രകടനം വിലയിരുത്തി പാരിതോഷികം നൽകാനുള്ള ആദ്യക്കുട്ടിക്ക് വാക്സിൻ എടുത്തുകൊണ്ട് തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഫുഡ് കൊടുത്തിട്ട് പാനഡോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചറൊന്നും വരാതിരിക്കാൻ. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു ആള്. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ അടിപൊളി. ആദ്യക്കുട്ടാ ഗ്രാമത്തിലെ സർപഞ്ചും ഒരു മാധ്യമരംഗത്ത് ജോലിയും സർക്കാർ പ്രഖ്യാപിച്ചു. കോർട്ട് ഓഫ് എൻക്വയറിക്ക് തീരുമാനിച്ചെന്നും പ്രദേശത്തെ കമാൻഡിന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി അറിയിച്ചു. സംഭവത്തിൽ ജമ്മു കാശ്മീർ കേസ് രജിസ്റ്റർ ചെയ്തു. കൊള്ളാങ്കി കൈ ഒട്ടിക്കേ, കൊള്ളാങ്കി കൈ ഒട്ടെ. നടപടി ആവശ്യപ്പെട്ടു. ആദ്യക്കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കിച്ചണിലോട്ട് കയറി. അപ്പം ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 സവാള, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാള നൈസായിട്ട് അരിയുന്നുണ്ട്. നമ്മൾ നോർമലി ഉള്ളിക്കറിക്കൊക്കെ അരിയുന്ന പോലെ നൈസായിട്ട് അരിയുവാണ്. 2 സവാള എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ചെറിയ സവാള ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്ത. വലിയ സവാള ആണെങ്കിൽ 1 എണ്ണം മതി. തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ ചതയ്ക്കുന്നതിൽ വെച്ചിട്ട് ഈ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തിൽ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ചിക്കൻ്റെ തണുപ്പൊക്കെ മാറി. അപ്പം ഞാൻ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചോരയും കാര്യങ്ങളും എല്ലാം പോയി കുറച്ച് നെയ്യൊക്കെ എടുത്ത് കളഞ്ഞ് അതിന് മസാല ഇടാണ്. ഉപ്പും മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഈ സമയത്ത് ആദ്യക്കുട്ടി നിർബന്ധം പിടിച്ചപ്പോൾ ആദ്യക്കുട്ടി ഉറക്കി അച്ഛൻ്റെ കൂടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടി ഉറങ്ങുന്ന ഗ്യാപ്പിലങ്ങ് ബിരിയാണി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്കിനും ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് ഇത്ര ഇട്ട് ഒന്ന് ചൂടായപ്പോഴത്തേക്കിനും സവാളയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു 2 സവാള അത് ഇട്ട് അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ വരുന്നിടം വരെ ഒന്ന് വഴറ്റി. പക്ഷെ ഞാൻ വഴറ്റിയത് ഇച്ചിരി കൂടിപ്പോയി. അപ്പോഴത്തേക്കിന് സൗണ്ട് കേട്ട് ആദ്യക്കുട്ടി എണീറ്റു. പിന്നെ ആദ്യക്കുട്ടിയെ വീണ്ടും ഉറക്കി കിടത്തിയിട്ട് ബാക്കി പരിപാടികൾ ചെയ്തു. അപ്പം സവാള ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഇട്ടു ബാക്കി വഴറ്റി. അപ്പം അതും ജസ്റ്റ് ഒന്ന് ആയി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ മസാല ഇട്ട് വെച്ചിരുന്ന ചിക്കൻ അതിലോട്ടിട്ടു. അതും ജസ്റ്റ് 2 മിനിറ്റ് ഇളക്കിയിട്ട് അരി ഉണ്ടല്ലോ, അരിക്ക് വേണ്ടുന്ന അത്രയും വെള്ളം. ഞാൻ 2.25 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം ഞാൻ 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുക്കറിൽ. അപ്പം അരി കഴുകിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അരി ഞാൻ ലാസ്റ്റാണ് കഴുകുന്നത്, വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ അരി കഴുകിയിട്ട് മറ്റേ കുക്കറിലെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കിന് അരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ അരി നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബസ്മതി അരിയാണ്, നീളമുള്ള അരി. ഇതാണ് കുക്കർ ബിരിയാണിക്ക് നല്ലത്. അപ്പം ഞാൻ അരിയും കൂടി ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കുക്കർ അടച്ചു വെച്ചു. അപ്പം ആദ്യക്കുട്ടി ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കാമെന്ന് വിചാരിച്ചു. ആദ്യക്കുട്ടിയുടെ ടോയ്സും പായും അതും ഇതും എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ ആദ്യക്കുട്ടി ഇപ്പം എന്ത് കിട്ടിയാലും വായിലെടുത്തിടും. അപ്പം ഞാൻ ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യമെങ്കിലും എല്ലാം തൂത്ത് വരണം. അപ്പം ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് അവളുടെ ഓരോ ടോയ്സ് കിട്ടും. പിന്നെ ഞാനാണെങ്കിൽ ബിരിയാണി ഒക്കെയല്ല, അപ്പം ഒരു 3 മുട്ടയും കൂടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം 3 മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെള്ളമൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പം ശംഭുചേട്ടന് മയണൈസ് വേണം. അപ്പം ഞാൻ മയണൈസും കൂടെ ഉണ്ടാക്കുവാണ്.
മയണൈസും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മയണൈസിന് അത്യാവശ്യം കട്ടിയുണ്ടായിരുന്നു, കുറച്ച് എണ്ണ കൂടി, അതുകൊണ്ട് മയണൈസ് നല്ല തിക്കായിരുന്നു. അപ്പം ഞാൻ മുട്ട തിളച്ചെല്ലാം സെറ്റായപ്പോഴത്തേക്കിന് തണുത്ത വെള്ളം ഒഴിച്ചിട്ടേക്കാണ്. അപ്പോൾ കുക്കറും അവിടെ ഇരുന്ന് വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ ചൂടൊക്കെ മാറിയപ്പോഴത്തേക്കിനും ഞാനൊന്ന് മുട്ടയും പൊളിക്കുകയാണ്. പക്ഷേ സെറ്റായില്ല കേട്ടോ, മുട്ട അങ്ങോട്ട് തൊലി മാംസം ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല അത്യാവശ്യം കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയത്. അപ്പോഴും അച്ഛനും മോളും നല്ല ഉറക്കമാണ്. അച്ഛൻ മോളുടെ കയ്യിലൊക്കെ പിടിച്ചേക്കുവാണ്. അപ്പോൾ അവർ നല്ല സുഖമുറക്കമാണ്. അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉണങ്ങിയോ നോക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ ചെടി നിങ്ങളെ കാണിച്ചിട്ട് കുറേ നാളായല്ലോ. അപ്പം നമ്മുടെ ചെടിയിലൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. ജമന്തിയൊക്കെ പൂ പിടിച്ചു, റോസ് പൂ പിടിച്ചു. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വളർന്നു. തക്കാളിയും നമ്മുടെ ഈ ചെടികളെല്ലാം 10 മണിയും കഴിഞ്ഞ ദിവസം പുതിയൊരു കളർ കിട്ടി 10 മണിയുടെ, അപ്പോൾ അതും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ എല്ലാ ചെടികളും പിടിച്ചു, ഒന്നും ഇതുവരെ പോയില്ല. ആകെ ചീര മാത്രമേ പ്രാവ് കൊത്തി തിന്നുള്ളൂ. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടി അച്ഛനൊക്കെ എണീറ്റു. അപ്പം അവർക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ഞാനെല്ലാം വിളമ്പുവാണ്. അപ്പം എനിക്കും ശംഭുചേട്ടനും പിന്നെ കണ്ണനുമായിരുന്നു ഫുഡ്. അപ്പം ചോറും ചിക്കനും എല്ലാം, നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ബിരിയാണി. അതിനകത്ത് ഇച്ചിരി മയണൈസും കൂടി വെച്ച് കഴിക്കുമ്പോഴാണ് അതൊരു നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും എല്ലാം സെറ്റാക്കി എല്ലാവർക്കും കൊടുത്തു. ഈ കുക്കർ ബിരിയാണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വല്ലപ്പോഴും തോന്നുന്ന സമയത്ത് ശംഭുചേട്ടൻ വേണമെന്ന് പറയുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, മാത്രമല്ല എളുപ്പമാണ്, പെട്ടെന്ന് കാര്യം കഴിയും. കൊച്ചൊക്കെയുള്ളതുകൊണ്ട് പെട്ടെന്ന് നടക്കും. എക്സൈറ്റഡ് കുട്ടി ഭയങ്കര ആസ്വദിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്തുവാടി സൈറ്റ് അടിച്ച് കാണിക്കുന്നേ? ചൂടുണ്ടോ? സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ദിവസം. ആദ്യകുട്ടിക്ക് വാക്സിനൊക്കെ എടുത്തിരിക്കുമായിരുന്നു. അപ്പം വാക്സിൻ വീഡിയോ പുറകെ വരുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.